നിങ്ങൾ എപ്പോഴെങ്കിലും പടം ഒന്നുകൂടെ കാണുമ്പോൾ നോക്കിയാൽ മതി. ഇത് അമ്മയും അച്ഛനും മകൾക്ക് അനുകൂലമായി നിന്നുകൊണ്ട് ഈ സ്വർണം പറ്റിച്ചെടുക്കുകയാണ്. 10 പവൻ അവൻ കൊടുത്ത്. അത് കഴിഞ്ഞിട്ട് അവൻ കല്യാണം കഴിക്കുകയും അവനെക്കുറിച്ച് മാത്രം നാട്ടുകാർ മുഴുവൻ പറഞ്ഞ് ഇങ്ങനെ പൊന്തിക്കുകയും ചെയ്യുകയും ഇവനെ കാണുന്നിടത്തൊക്കെ വെച്ചിട്ട് തമാശയാക്കുകയും ചെയ്തുകൊണ്ടിരുന്ന ഈ അച്ഛനും അമ്മയും. അവസാനം ചെമ്പാന്ന് അറിഞ്ഞപ്പോഴേ വീട്ടിൽ വന്നിട്ട് അത് ചെമ്പാണ് കൊടുത്തതെന്ന് പറയുമ്പം ഈ അമ്മയുടെ ചോദ്യമുണ്ട്, ചെമ്പോ അതെങ്ങനെ ചെമ്പാവുന്നതെന്ന് ചോദിക്കുന്നത് അവരുടെ ഒരു പരിഭ്രമത്തിന്റെ ഒരു അവസ്ഥയുണ്ട്. അത് ഇവര് കാണിച്ചിരിക്കുന്നത് പറ്റിക്കപ്പെട്ടു എന്ന് അപകടത്തിൽ പെട്ടു എന്ന് തോന്നുന്ന ഒരു അവസ്ഥയാണ്. പറ്റിക്കപ്പെട്ടതോ അതിനോട് ദേഷ്യമൊന്നുമല്ല, ഇനി എന്ത് എന്നുള്ളൊരു ചോദ്യം ഉണ്ട് ആസിയുടെ മുമ്പില്, അമ്മയുടെ മുമ്പില്. വല്ലാത്തൊരു അവസ്ഥ, അതൊരു അവസ്ഥ തന്നെയാണ്. അത് KP ചെയ്ത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു ഭാഗമാണത്. പടത്തിൽ ഞങ്ങൾ ഷൂട്ട് ചെയ്ത് സത്യനെടുത്ത അവസ്ഥ അതിമനോഹരമാണത്. അവരുടെ പെർഫോമൻസ് അതൊന്നും എളുപ്പമല്ല അങ്ങനത്തെ ഒരു അവസ്ഥ. പിന്നെ ഈ ജയറാമിന്റെ ക്യാരക്ടറിന്റെ കൃപാകടാക്ഷം കൊണ്ടാണ് അവരെല്ലാ ദുരന്തത്തും മാറിപ്പോകുന്നത്. പിന്നെ അതിലേറ്റവും വലിയൊരു സംഭവമാണ് ഹാജിയാരുടെ ഭാര്യ, അവരെ കാണിക്കുന്ന സീനും അത് സത്യം മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട്. മനോഹരമായി. അതേപോലെ തന്നെ അടിപിടി രംഗം വരുന്നിടത്ത് അവിടെ ശരിക്കും തെറിവിളി നടക്കുന്നുണ്ട്. പക്ഷെ അത് പ്രേക്ഷകർ കേൾക്കുന്നില്ല. പറ്റും ഒരൊറ്റ ചെവിപ്പൊത്തലിലൂടെയാണ് ജഗതിയുടെ ഒരു എനിക്കും ഇഷ്ടമല്ല കാണിക്കാൻ നമ്മള് പ്രേക്ഷകരിലേക്ക് എത്തുന്നത്. അവരവിടെ എന്തൊക്കെയാ പറയുന്നത് എനിക്ക് പോലും അറിയില്ല. പക്ഷെ ഞാനും അതങ്ങ് എഴുതി കഴിഞ്ഞാൽ എനിക്ക് അത് വേറെ നിവൃത്തിയില്ല. അത് രസമാണത്. അതതിന്റെ നല്ല ഹ്യൂമറുണ്ട്. കൃഷ്ണനുടെ നേരെ വീഴ്ച, അയാളുടെ അച്ഛന്റെ സ്നേഹം, മകനായിട്ടുള്ള ബന്ധം, രസം, ഇതൊക്കെ ഒരിക്കലേ സാധിക്കുള്ളൂ. പൊന്മുണ്ട താറാവ് പോലെ ഒരു തിരക്കഥ ഒരിക്കലേ പറ്റുള്ളൂ. അതുപോലത്തെ വേറെ ഒന്നില്ല. അതുകൊണ്ട് തന്നെയാണ് എന്നോട് പലരും ചോദിക്കും, ചില ആൾക്കാരൊക്കെ വന്ന് ചോദിക്കും അതുപോലത്തെ ഒരു സാധിക്കില്ല. ഒരു പുഷ്പം അത്രേ ഉള്ളൂ, ആ ചെടിയിൽ ഒരു പുഷ്പേ ഉണ്ടാവുള്ളൂ എന്ന് പറയുന്ന പോലെ അതേ സാധിക്കുള്ളൂ. ഒരു സിനിമ പോലെ, ഒരു തിരക്കഥ പോലെ വേറെ തിരക്കഥ എഴുതാൻ പറ്റില്ല. അപ്പൊ അതില് ഈ പറഞ്ഞ സീൻ ഉണ്ടല്ലോ, അതൊക്കെ അങ്ങനെ പ്രേക്ഷകരിലേക്ക് എത്തുന്നു പ്രതീക്ഷിച്ചിരുന്നോ എഴുതുന്ന സമയത്ത്? നമുക്ക് അറിയില്ല. ഞാൻ ഒരിക്കലും അതിന്റെ റിസൾട്ട് ചിന്തിക്കാറില്ല. ആയിക്കഴിഞ്ഞു, വിശപ്പ് മാറുമോ, മനസ്സിന്റെ വിശപ്പ്, ഇത് വിശപ്പ് മാറിയിട്ടും പിന്നെയും കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ആൾക്കാർ.